ഇറ്റാലിയൻ റൂട്ട് പോർട്ട് ഓവർ വഴിയാണ് പോകുന്നത്. സിംഗോ പോർട്ട് ഓവർ. ഇവിടെ എല്ലാം ഉരുട്ടി ഇവരിങ്ങനെ വെച്ചേക്കോട്ടോ. അത് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡിറ്റോച്ച് നമ്മളൊക്കെ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പിള്ളേരൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറേ ഇരുവുണ്ടോ അവന്മാരവിടെ ഭയങ്കര കളിയും പരിപാടിയൊക്കെ. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു യാത്ര. അപ്പോൾ ജിൽസേട്ടനും പിള്ളേരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ്. കണ്ടോ, അങ്ങോട്ടൊക്കെ നോക്കി ഭയങ്കര എന്നെ രസമാണ്. അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ പോകുന്ന വഴിക്ക് കണ്ടോ സ്ഥലമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സിംഗോ വരെ പോവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. ബിൻബ്രോക്ക് അല്ലേ? അല്ലല്ല, നമ്മൾ ബിൻബ്രൂക്ക് ആ സൈഡാണ്. നമ്മൾ കാൽ റൂട്ട് പോർട്ട് ഓവർ വഴിയാണ് പോകുന്നത്. സിംഗോ പോർട്ട് ഓവർ നമ്മൾ ഈ വഴി തീരുന്നു. പോർട്ട് ഓവർ എന്ന് പറഞ്ഞാൽ ലേക്ക് സൈഡാണ്, ബീച്ചാണ്. അവിടെയും മറ്റേ ലൈറ്റ് ഹൗസ് ഒക്കെ ഉള്ള ബീച്ചാണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയല്ലേ. അതൊക്കെ നമ്മുടെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഇത്ര ഏരിയയിൽ ഒരു കുറച്ച് മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലോങ് ആയിട്ട് കുറച്ച് ഇവിടെ 1 മണിക്കൂർ 1 മണിക്കൂർ യാത്രയുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശങ്ങൾ പോലെ ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ചെല്ലുന്നത് കാലഡോണിയ അത്യാവശ്യം ഇപ്പോൾ വളരെ ഗ്രോത്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾ വീടൊക്കെ വാങ്ങിച്ച് താമസിക്കുന്നതാണ്. ഹാമിൽട്ടണുമായിട്ടൊരു 20 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. മലയാളികളായി സിംഗോയിലാണെങ്കിലും ഉണ്ട്. സിംഗോയിൽ എനിക്ക് തോന്നുന്നു 10-20 ഫാമിലി ആയിരുന്നു മലയാളികൾ. ഇപ്പൊ എല്ലായിടത്തും ഒരുപാട് മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഭയങ്കര രസമുണ്ട്. നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകണം. നമ്മൾ ആലപ്പുഴക്കൊക്കെ പോകുമ്പോഴത്തേനും അവിടെ പാടങ്ങൾ കാണത്തില്ലേ, ആ ഒരു സെറ്റ്. പക്ഷെ ഇവിടെ പാടമല്ല, ഇവിടെ എല്ലാം ഇങ്ങനെ ഇത് ഹൈവേ അല്ലേ? സ്റ്റേറ്റ് ഹൈവേ 6. ഓക്കെ ഓക്കെ. സാറപ്പി എവിടെ പോവാ? ഒരു ഹായ് പറഞ്ഞേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഹായ് പറഞ്ഞേ. ഹായ് പുറകെ പറ. സാംകുട്ടാ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. സാംകുട്ടൻ അവിടെ ഭയങ്കര ഗെയിമിങ് കളിച്ചോണ്ടൊക്കെ ഇരിക്കുമല്ലോ. ഇതേതാ തടാകം? ഗ്രാൻഡ് റിവർ അല്ലേ? ബോട്ടിംഗ് ഒക്കെ ഉള്ള നല്ലൊരു മനോഹരമായ ഒരു റിവർ ഉണ്ട് നമുക്ക് ഫ്രണ്ട് കണ്ട. അങ്ങോട്ട് അവിടെ കുതിരയൊക്കെ ഉണ്ടോ? കുതിര നമ്മളിവിടെ ഒരു ചെറിയൊരു പഴയ ഒരു ടൗണിലോട്ട് എത്തി. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിക്ക് പോകുമ്പോഴത്തേനും അവിടെ ചെല്ലുമ്പോൾ ചോറ്റിയിലൊക്കെ ചെന്നു എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണോ. അപ്പോൾ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറേ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആണോ? അങ്ങനെ ചെറിയൊരിത്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വേറൊരു കാഴ്ചകളൊക്കെ കാണിക്കട്ടോ. നമ്മൾ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കുറേ വീടുകളൊക്കെ ഇല്ല. നമ്മുടെ വീട് എന്ന് വെച്ചാൽ 1 ഏക്കർ 2 ഏക്കറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീട്, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് കുറേ കണ്ടു. നമ്മളിനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറേ പള്ളികൾ, ഇപ്പോൾ അതിമനോഹരമായ സ്ഥലങ്ങൾ, കുറേ പശുമാമകൾ, ആട്, കുതിര, ഫാം ഹൗസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വന്ന വഴിക്ക് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഒരു ചെറിയൊരു ടൗണിലോട്ട് എത്തി. ഇവിടെ നമ്മൾ ഇനി ഒരു ടൗണും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ജാർവിസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺഷിപ്പ് ഉണ്ട്. ഇതുപോലെ തന്നെ അത് കടന്ന് നമ്മൾ സിംഗോയിൽ ഇങ്ങനെ അതില്ല 10-12 മിനിറ്റുള്ളിൽ അത് ചെല്ലും. ആകെ 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആകെ 20 മിനിറ്റേ ഉള്ളൂ. നമ്മളപ്പോൾ പടപടയെന്ന് പെട്ടെന്നെങ്കിൽ 1 അവർ ഡ്രൈവ് ആയിരുന്നു നമുക്ക്. ഏകദേശം ഒരു 75+ കാണും കിലോമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് പോവാം. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് നല്ല പോളിംഗ് ആണ്. നമ്മുടെ
ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്കാട്ടോ. പഠിക്കാം പാട്ട് പഠിക്കാം അങ്ങോട്ടാ കേട്ടെ. നമ്മള് യാത്രയിൽ ഒരു കൊഴുപ്പാകട്ടെ, പാട്ടൊക്കെ പാടി അങ്ങ് പോകാം നമുക്ക്. അങ്ങോട്ടൻ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് സെറ്റായിട്ടിരിക്കുക. സാറേ കുഞ്ഞെ ഒരു പാട്ട് പാടിക്ക്, അങ്ങ് നമ്മുടെ യാത്ര അങ്ങ് അടിപൊളിയാകട്ടെ. അടിപൊളി അടിപൊളി. അപ്പൊ സാറക്കുറ്റിന്റെ പാട്ട് ഞങ്ങള് കരോളിന്റെ പാട്ട് പഠിച്ചോണ്ടിരുന്ന സമയത്ത് കൊച്ചിരുന്ന് പഠിച്ചോട്ടോ. അത് നന്നായിട്ട് പാടുന്നുണ്ടോ? അങ്ങോട്ടാ നമ്മുടെ ബേത്ലഹേമിലെ പഠിക്കും. ബേത്ലഹേമിലെ നമ്മുടെ യാത്രകളൊക്കെ കണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കട്ടോ. അപ്പൊ നമ്മള് ജാർവിസ് എന്ന് പറയുന്ന ഒരു കൗണ്ടിലാണ്, ഹാൾഡിമാൻഡ് കൗണ്ടിയിലാണ്. കാലഡോണിയ, ജാർവിസ്, ആഗസ്റ്റിന് എല്ലാം ആ ഒരു കൗണ്ടിയിലാണ്. അപ്പൊ ഒരു ചെറിയൊരു പട്ടണം, കുഞ്ഞു പട്ടണം. ക്രിസ്മസ് ഉണ്ടാക്കിയ ടീം ഹോട്ടലിന്റെ ഒരു വലിയൊരു കപ്പ്. അപ്പൊ നമ്മളിപ്പോ ജാർവിസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ്. അവിടെയാണ് നമ്മളിപ്പോ. അവിടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടകളും കാര്യങ്ങളും പള്ളി എല്ലായിടത്തും ഉണ്ട്. പല ചർച്ചകളുണ്ട്. ഒരു 1-2 ചർച്ചുകൾ കാണും, പിന്നെ കുറേ കടകൾ, പിന്നെ കുറേ ഷോപ്പിംഗ് സെന്ററുകൾ കാണും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ കാണുന്നത്. എല്ലാം സെയിം, ഏകദേശം ഒരേ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ജാർവിസിനോട് വിട പറഞ്ഞ് നമ്മൾ റൈറ്റ് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലം പോകേണ്ട സ്ഥലത്തേക്ക് അപ്പൊ നമ്മൾ കോർഡോവർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉള്ള ഒരു ബീച്ചാണ്. അവിടെ ആ റൂട്ടാണിത്. നമ്മൾ അവിടെ വരെ ചെല്ലുന്നില്ല. അത് അതിന് മുമ്പ് ഒരു 20 മിനിറ്റ് മുമ്പ് ഉള്ള സിംകോയിലാണ് നമ്മൾ ചെല്ലുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നയാഗ്രയിൽ നിന്ന് ലണ്ടന്റെ സൈഡിലേക്ക് പോകുന്ന ഒരു കോസ്റ്റൽ ഏരിയ ആണ്, ബീച്ച് സൈഡാണ്. അപ്പോൾ നമ്മൾ സിംകോയിലോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ വീടുകൾ കാണും, കുറേ സ്ഥലം അങ്ങ് മാറിയായിരിക്കും നമ്മൾ അടുത്ത വീടുകൾ കാണുകയെന്ന്. അതുപോലെ തന്നെയാണ് ഉണ്ട്. ഇപ്പോൾ കുറേ ദൂരം കഴിഞ്ഞാണ് ഇപ്പോൾ അടുത്തൊരു വീട് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കുറച്ച് സ്പീഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അടുത്തടുത്തായിട്ട് വരുന്നത് കാണും. പക്ഷേ കൊണ്ട് അങ്ങ് അകലേ കണ്ടോ അടുത്തൊരു വീട്. അങ്ങനെയാണ് ഇവിടെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ ദൂരം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അടുത്തൊരു വീട്, പിന്നെ വേറൊരു വീട് കണ്ടോ. അങ്ങനെയാണ് ഈ ഒരു റൂട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഡ്രൈവ് ചെയ്യുവാണേ, അതിനാണ് ചേട്ടാ ഇവിടെ വെളുത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. അത് ഈ കച്ചി പോലത്തെ കെട്ടി വെച്ചേക്കും അല്ലേ. ഇവിടെ എല്ലാം ഉരുട്ടി ഇവരിങ്ങനെ വെച്ചേക്കാണോ. അത് കച്ചിയെല്ലാം ഉരുട്ടി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലോ. ഇവിടെ നമ്മൾ വന്നപ്പോ ഇത് കൊണ്ടുപോകുന്നത് ആണോ വീടുകളിലൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യുന്നത് കുഞ്ഞു വീടുകൾ. ഇതെല്ലാം സെയില് ഇത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. കുഞ്ഞു വീടുകൾ പോലെ ഉണ്ടാക്കി വെച്ചേക്കും. ഇതൊക്കെ ഇങ്ങനെ ചെറിയ മറ്റേ സ്റ്റോർ പോലെ അല്ലേ പുറത്തൊക്കെ വെക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലങ്ങൾ ഫുള്ള് ഇവിടെ ഫാമാണ്. ഇങ്ങനെ പല പല കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഫുള്ള് ഇവിടെ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഒരു 4
2-3 മാസം കഴിയുമ്പോഴത്തേന് ഇവര് പരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്യണേ. സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ ഒക്കെ കഴിയുമ്പോഴത്തേനും പയ്യെ പരിപാടിമാരെല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഉണ്ടോ ഇപ്പോൾ കിടക്കുന്ന ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഈ മഞ്ഞൊക്കെ സത്യം പറഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ ഇവിടെ എല്ലാം ഭയങ്കര മഞ്ഞ് വീണ് കിടക്കണ്ട. പക്ഷേ കാലാവസ്ഥയുടെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് അകലെ ചെമ്മരിയാടിനെ കാണാൻ പറ്റുമോ? ചെമ്മരിയാട്. അപ്പോൾ നമ്മൾ നമ്മുടെ സിങ്കോയിൽ എത്തിപ്പോയിരിക്കുകയാണ്. അയർലാൻഡ് റോഡോ അയർലാൻഡ് വരെ പോകും. അപ്പോൾ അങ്ങനെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടെ നേരെ വിട്ടാൽ നമ്മൾ അയർലാൻഡിൽ ചെല്ലും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ വെൽക്കം ടു സിങ്കോ. അപ്പോൾ നമ്മൾ സിങ്കോയിൽ എത്തിച്ചേരുകയാണ്. നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്ന വാൾമാർട്ട് അങ്ങനെ കുറേ ടൊയോട്ടയുടെയൊക്കെ നമ്മുടെ സെൻറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടൊയോട്ടോ അത് നമ്മൾ പിന്നെ എവിടെ ചെന്നാലും അല്ലേ, ഇന്ത്യക്കാർ ഒരു വികാരമാണ് ഇവിടുത്തെ ഹോണ്ടയും ടൊയോട്ടയും. ഇന്ത്യക്കാർ ഫുള്ള് എടുക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എടുക്കുന്നത് ഈ 2 വാഹനങ്ങളായിരിക്കും ഇവിടെ എടുക്കാറ്. കുറച്ചൊക്കെ നിസാനുണ്ട്, ഹുണ്ടായിയുണ്ട്. നമ്മളിവിടെ പോവാ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു ഇതുണ്ട്, ഒരു ടിന്നിൻ്റെ ഒരു വലിയൊരു കപ്പിരിക്കുന്നുണ്ടോ. നമ്മളിവിടെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പോകുന്നു. ജിൽസേട്ടൻ കൊച്ചാപ്പിയിലോട്ട് വരും. അപ്പോൾ ഇവിടെ കൊച്ചുപെണ്ണിനെ അവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ചായ കുടിക്കാണ്ട് എന്താണ് പുറത്തിറങ്ങി കഴിയുന്നു. അപ്പോൾ നമ്മളെവിടെയാണ് നിൽക്കുന്നത് കേട്ടോ? ഈ ഒരു വലിയ ടിമ്മിൻ്റെ ഒരു കപ്പിൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ വികാരമാണ് ടിൻ ഹോട്ടലിലെ ചായ. എല്ലാവരും മേടിക്കും. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് പോവുകയാണ്. ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒരു ടിമ്മിൻ്റെ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇറങ്ങി അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അദ്ദേഹം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചേട്ടേ. നല്ല ഷെയറിങ് -4 പോക്കറ്റ് കൈയിട്ട് വാ, വിട്ടു പോയേക്കാം. വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി ഒന്ന് പോട്ടെ. വാ പയ്യെ പോയേക്കാം. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. -4 കാണിക്കുന്നത്. പോക്കറ്റിൽ കൈയിട്ടില്ലെങ്കിൽ നല്ല തണുത്ത് മരച്ചിരിക്കും. അപ്പോൾ നമ്മൾ വഴിയിലെ യാത്രകളൊക്കെ നിങ്ങൾ കണ്ടുല്ലോ. നല്ല രസമുണ്ടായിരുന്നു. ചെറിയൊരു റൈഡ് ചുമ്മാ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ഈ സ്ഥലം എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആ ഡൗൺ ടൗണിൽ നിന്ന് നിന്നിട്ട് നമ്മൾ മാറി വേറൊരു റൂട്ട് പോകുമ്പോഴത്തേനും നല്ലൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് പോകുമ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുപോകും. ഓക്കെ, എന്നാടാ എന്നാ പറ്റി? വണ്ടി പോകുന്നോ? ശരി വരാം. അപ്പോൾ ശരി, ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇനി കണ്ട് അങ്ങ് പോവാം. ഇതൊരു നല്ല രസമുണ്ട് കേട്ടോ. ക്രിസ്മസിനോട് മുന്നോടിയായിട്ട് ആ സമയങ്ങളിൽ അവർ ചെയ്തതാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, ന്യൂ ഇയറും കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ ഇരിക്കും. നമ്മൾ തിരിച്ച് ഒരു യാത്രയിലാണ്. അപ്പോൾ അതിമനോഹരമായ നമ്മുടെ ഹൗസുകളൊക്കെ നമ്മൾക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. ഇവിടെ എല്ലാം കർഷക കുടുംബങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ. അങ്ങ് ഓപ്പോസിറ്റ് സൈഡ് അങ്ങ് അകലെയായിട്ട് നമ്മുടെ ഹാമിൽട്ടൺ എയർപോർട്ട് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഇതിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലൈറ്റൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാമല്ലോ. അതേ ഇരിക്കുന്നു കണ്ടോ, പൊങ്ങി പോകുന്നത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, പൊങ്ങി പോകുന്ന ഫ്ലൈറ്റ് അതുണ്ടോ. അങ്ങനെ അവിടെ കാണാൻ പറ്റുള്ളൂ. അവിടെ എയർപോർട്ടാണ്, ഹാമിൽട്ടൺ എയർപോർട്ട്. ഇവിടെ ആമസോണിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതാണോ? അവിടെ അകലെ കാണുന്നതാണ് ഇവിടെ ആമസോണിന്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് എല്ലാം പാക്ക് ചെയ്തൊക്കെ എല്ലായിടത്തോട്ടും ഒക്കെ സെറ്റ് ചെയ്തൊക്കെ ഇവിടെ നിന്ന്. ഒരുപാട് പേര് ഇങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് ആമസോണിലൊക്കെ. നമുക്ക് അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഇവിടെ വർക്ക് ചെയ്യാറുണ്ട്, ചെയ്യുന്നവരുണ്ട്. അപ്പച്ചൻ പറപ്പിക്കട്ടോ. അങ്ങനെ അപ്പച്ചൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിറ്റോഷൻ.